അന്തിമഘട്ട പരിപാലനം സംബന്ധിച്ച് 2 കമ്മിറ്റികളെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിരുന്നു. ആദ്യത്തെ കമ്മിറ്റി ശ്രീ ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. അതിനെ തുടർന്ന് ശ്രീ കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് അദ്ദേഹത്തെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു. കസ്തൂരി രംഗന്റെ പ്രവർത്തനം ഗവൺമെന്റിനെ അറിയിച്ചും ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ തിരക്കിയും ഒക്കെ ആയിരുന്നു ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇതുപോലൊരു ഓൾ പാർട്ടി യോഗം വിളിച്ചുകൂട്ടി. ഓൾ പാർട്ടി യോഗത്തിലെ അഭിപ്രായങ്ങൾ അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ നയങ്ങള്, നിർദ്ദേശങ്ങള് കേരളത്തിന്റെ അഭിപ്രായമായി നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കസ്തൂരി രംഗന്റെ റിപ്പോർട്ടില് നേരത്തെയുള്ള റിപ്പോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 123 വില്ലേജുകളെ ആ റിപ്പോർട്ട് ബാധിക്കും. അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. 49 വില്ലേജുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അഫക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ്. ബാക്കി 10 പഞ്ചായത്തുകൾ, 10 ജില്ലകൾ, ഇടുക്കി കഴിഞ്ഞിട്ടുള്ള 10 ജില്ലകളിലായിട്ടാണ് ബാക്കിയുള്ള വില്ലേജുകൾ കിടക്കുന്നത്. അപ്പം അത് സംബന്ധിച്ച് അതിന്റെ വിവരങ്ങൾ അറിഞ്ഞ ഉടനെ വിളിച്ച ഒരു യോഗമാണിത്. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെന്റ്സ് ആണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ലെന്നും കസ്തൂരി രംഗൻ റിപ്പോർട്ട് അത് തത്വത്തിൽ അംഗീകരിക്കാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച ആ തത്വത്തിൽ അംഗീകരിച്ച് അത് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ്. ഇപ്പം ഇത് ഒരു ഓർഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്നത് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് അത് അംഗീകരിക്കുക എന്നുള്ളത് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് വരും. അത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിയാക്ഷൻ നമ്മൾ അത് കൊടുത്തേ മതിയാകൂ. നമ്മുടെ വിശദമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ അവരെ അറിയിച്ചേ മതിയാകൂ. ഏതായിരുന്നാലും ഇന്നത്തെ മീറ്റിംഗിന് ഡേറ്റ് ഫിക്സ് ചെയ്തത് ഏറ്റവും അനുയോജ്യമായി. നമ്മൾ ഈ പുതിയ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരിക്കണം കസ്തൂരി രംഗൻ റിപ്പോർട്ടിനോടുള്ള നമ്മുടെ പ്രതികരണം എന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായം. കാരണം കസ്തൂരി രംഗന് നിവേദനം കൊടുത്ത എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചായിരുന്നു. അന്ന് നല്ല ഡിസ്കഷൻ ഇവിടെ നടന്നു. ആ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് അത് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പ്രതികരണം എല്ലാ പാർട്ടിയുടെയും കൂടി ആയിട്ട് അറിയണം എന്നുള്ള നിഗമനത്തിലാണ് വെച്ചിരുന്നത്. ഏതായിരുന്നാലും നമ്മുടെ ഈ മീറ്റിംഗ് അതുകൊണ്ട് ആ കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം അറിഞ്ഞതിന് ശേഷം വിളിച്ചു കൂട്ടേണ്ട ഒരു കാലതാമസം പോലും അതുകൊണ്ട് ഉണ്ടായില്ല. ഇന്ന് എല്ലാ പാർട്ടികളും പങ്കെടുക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അവരുടെ അഭിപ്രായം എഴുതി അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും മറ്റെല്ലാ പാർട്ടികളും ക്ഷണിച്ച മറ്റെല്ലാ പാർട്ടികളും വന്നതിൽ സന്തോഷമുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മീറ്റിംഗിലും വ്യക്തമാക്കിയ അതേ നയം തന്നെയാണുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് അനുകൂലമാണ്. എതിരല്ലെന്ന് മാത്രമല്ല, അനുകൂലമാണ്. പക്ഷെ അത് പ്രായോഗികമായിരിക്കണം. ജനജീവിതത്തെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധത്തിലായിരിക്കണം. പരിസ്ഥിതി സംരക്ഷണം നാടിന്റെയും ജനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് പ്രായോഗികമായിട്ട് ആയിരിക്കണം എന്നുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടും പോരാ, ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ നടപ്പിലാക്കണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനേക്കാൾ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം അവര് കേരളത്തിലെ 30 താലൂക്കുകളാണ് സെൻസിറ്റീവ് ഏരിയ ആയിട്ട് വെച്ചത്. താലൂക്കും ആ സോണും എക്കോളജിക്കലി സെൻസേഷണൽ സോണുകളായിട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി വിഭാവനം ചെയ്തത്. അത് 30 താലൂക്കുകളെ ബാധിക്കുമായിരുന്നു.
ഇപ്പം എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് 123 വില്ലേജുകളാണ്. അപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന എക്കോളജിക്കലി സെൻസേഷണൽ സോൺ അതിൽ ജൈവ കൃഷി അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ലെന്നായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശ. അത് എങ്ങനെ പ്രായോഗികമാകും, എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? അത് നടപ്പിലാക്കിയാൽ വരുന്ന പ്രത്യാഘാതം എന്തൊക്കെയാ? ഇപ്പം ഏതായാലും ഈ കസ്തൂരി രംഗന്റെ റിപ്പോർട്ടിൽ അത് മാറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ, ജൈവ കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം, അല്ലാതെ മറ്റു കൃഷികൾ പാടില്ല എന്നുള്ളത് ഇല്ല. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ഏകകണ്ഠമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണവും ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിലും ഉള്ള ഒന്നായിട്ട് ഇത് മാറ്റിയെടുക്കണം. അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയാനും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിച്ചു. നമുക്ക് വളരെ വേഗത്തിൽ വേണം, അധികം സമയം എടുക്കാൻ പറ്റില്ല. വളരെ വേഗത്തിലായാലും ഇന്നിപ്പം നമ്മുടെ ഈ ചർച്ച നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു പലരും വിളിക്കുകയും പലരും ഇവിടെ വരികയും വരെ ചെയ്തിട്ടുണ്ട്. പലരും ഇന്നിവിടെ ഉണ്ട്, ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ? അപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മാത്രം യോഗമാണ് എന്നവർ പറഞ്ഞു. പക്ഷേ അവർക്കൊക്കെ അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയാൻ അവസരം വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വളരെ വേഗത്തിൽ ഒരു 2 മീറ്റിങ്ങുകൾ കൂടി നടത്താനായിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് 123 വില്ലേജുകൾ ഉൾക്കൊള്ളുന്ന ആ വില്ലേജുകളിലെ ജനപ്രതിനിധികളെ ഒന്ന് വിളിക്കുക. 2 കർഷക സംഘടനകളെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ചില സമിതികളുണ്ട്, ആ സമിതികളെയും അവർക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കുക. ഈ 2 ചർച്ചകൾ കൂടി നമുക്ക് സമയബന്ധിതമായിട്ട് നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ഉള്ള നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മറ്റൊന്ന്, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ അത് 1-2 ദിവസത്തിനുള്ളിൽ വരും എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അത് വന്നാൽ ഉടനെ അത് മലയാളത്തിലാക്കി MLA-മാർക്കും ഈ 123 വില്ലേജുകളിലെ ജനപ്രതിനിധികൾക്കുമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ഉള്ള ജനപ്രതിനിധികൾക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവരുടെ മുകളിലോട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അത് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ, ഈ നിർദ്ദേശങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് അവരുടെ കൂടി അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ശുപാർശകൾക്ക് ഒരു അവസാന രൂപം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. (123) വില്ലേജുകൾ വരുമ്പോൾ അതേ സമയത്ത് 33.72% ഭൂപ്രദേശം ഇത് കവർ ചെയ്യുക. നമ്മുടെ വില്ലേജുകളുടെ കണക്ക് നോക്കിയാൽ 1000-ൽ കൂടുതൽ ആകെയുള്ള വില്ലേജുകൾ. പക്ഷേ ഈ കിഴക്കൻ പ്രദേശത്തെ വില്ലേജുകൾ, ചില വില്ലേജുകൾ നമ്മുടെ ഇവിടുത്തെ താലൂക്കിനേക്കാൾ വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് ഏരിയ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ 33.72% പ്രദേശം, ഭൂപ്രദേശം ഈ 123 വില്ലേജുകളുടെ പരിധി വരിക. അപ്പൊ അത് ഒരു ആശങ്ക ജനങ്ങളിൽ ഉളവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, കുറേ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ സ്വയം അത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഉൾക്കൊള്ളേണ്ടി വരും, ഉൾക്കൊള്ളാനും തയ്യാറാണ്. പക്ഷെ അപ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഉള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ
സംസാരത്തിൽ ഊന്നൽ കൊടുത്ത കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആകെത്തുക ഇതാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും മുമ്പോട്ട് കാര്യങ്ങൾ നീക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ഇപ്പം കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു 3 ദിവസത്തിനകം കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇത് സംബന്ധിച്ചുണ്ടാകും എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ അത് മലയാളത്തിലാക്കി അത് പഞ്ചായത്ത് ഓഫീസുകളിൽ വരെ അത് എത്തിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കും. കാരണം അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ. അപ്പൊ ഇത് സംബന്ധിച്ച് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായിട്ടുള്ള താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പം കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൃഷിക്ക് പോലും ധാരാളം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ജൈവ കൃഷി മാത്രമേ ആകാവൂ. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. അതിന് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർ ഇറക്കേണ്ട വിളകളുടെ കാര്യത്തിൽ നിയന്ത്രണം ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയത്ത് റെഡ് കാറ്റഗറിയിൽപ്പെട്ട യാതൊരു വ്യവസായങ്ങളും പുതിയതായിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നു. അത് പറയുമ്പോൾ റെഡ് കാറ്റഗറിയിലാണ് ആശുപത്രി വിടുന്നത്. ആശുപത്രികളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡ് കാറ്റഗറിയിലാണെങ്കിലും ഈ പ്രദേശത്ത് ആശുപത്രികളാകാം. പക്ഷേ റെഡ് കാറ്റഗറിയിലാണ് ഈ മിൽക്ക് ഡയറി യൂണിറ്റുകൾ വരുന്നത്. അപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറി യൂണിറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ഒരു വശത്ത് കുറേ ആശ്വാസങ്ങളുണ്ട്, അതേ സമയത്ത് ചില ആശങ്കകളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ആശങ്കകൾ കൂടി ഒഴിവാക്കാൻ, കാരണം നമ്മുടെ 1ാം ഘട്ട പ്രവർത്തനം വിജയിച്ചു, അതിൽ നമുക്ക് സംതൃപ്തിയുണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റിവെച്ചതോടുകൂടി. പക്ഷേ ഇതിലുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ അത് മലയാളത്തിലാക്കി എല്ലാവർക്കും കൊടുത്തു ഒരു പൊതു ചർച്ച സമൂഹത്തിൽ വരട്ടെ. കാരണം ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നാളത്തെ തലമുറയുടെ നിലനിൽപ്പിന്റെ ആവശ്യം. അതുപോലെ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. അപ്പം ഇത് ഒരു പൊതുവായ ചർച്ച തന്നെ വരട്ടെ എന്നുള്ള നിലയിൽ അത് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് 2 തരത്തിലുള്ള ചർച്ചകൾ നടത്തും. കർഷക സംഘടനകളുമായും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പല സംഘടനകളും. ഇപ്പം ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലരും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇന്നത്തെ മീറ്റിംഗ് രാഷ്ട്രീയ പാർട്ടികളുടെയാണ്, നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊരു യോഗം നടത്തും. അതുപോലെ ഈ 123 വില്ലേജുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അപ്പോൾ MLA-മാരും MP-മാരും ഒക്കെ കൂടെ വരുന്ന ഒരു ചർച്ച, ഈ 2 വിധത്തിലുള്ള ചർച്ച നടക്കും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഗവൺമെന്റ് അടിയന്തരമായിട്ട് നിയോഗിക്കും. ഈ നോട്ടിഫിക്കേഷൻ പഠിച്ച് ഇവിടെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ കണക്കിലെടുത്ത് നമുക്ക് ഈ കാര്യത്തിൽ എങ്ങനെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഇതിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതായിരിക്കും.